രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയിൽ ആശങ്ക തുടരുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴി കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അതേസമയം ആഭ്യന്തര വിമാനയാത്രാ നിരക്കിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കിയതോടെ ടിക്കറ്റ് ചാർജ് ഉയരും. രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി പാർലമെന്റിൽ ഉന്നയിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. LPG ക്ഷാമവും വില വർധനയും വിമാന നിരക്ക് വർധനയും കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. ഈ LPG പ്രതിസന്ധി അടക്കം പരിഹരിക്കാൻ എന്തൊക്കെ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കേന്ദ്രം ഇപ്പോൾ? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല മന്ത്രിസഭാ യോഗം ചേർന്ന് രാജ്യത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ധനമന്ത്രി കൂടാതെ മറ്റ് പ്രധാന വകുപ്പിലെ സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൽ പ്രധാനമായും രാജ്യത്തെ നിലവിലുള്ള ഊർജ്ജസ്ഥിതി അത് അവലോകനം ചെയ്തിരുന്നു. ഒപ്പം തന്നെ വൈദ്യുതി, വളം തുടങ്ങിയ മേഖലകളിലേക്ക് കൂടി ഈ പ്രതിസന്ധി വ്യാപിക്കാതിരിക്കാൻ എടുക്കേണ്ട നടപടികൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയായിട്ടുണ്ട്. രാജ്യത്തെ വൈദ്യുത ഉൽപാദനത്തെ ഒരു തരത്തിലും ഈ പ്രതിസന്ധി ബാധിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൽക്കരിയുടെ വിതരണം അത് തടസ്സമില്ലാതെ തന്നെ പുരോഗമിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുമാണ് കൽക്കരി മന്ത്രാലയവും മറ്റ് ഊർജ്ജ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്. സമാനമായി തന്നെ രാസവള മേഖലയെയും കർഷകരെയും ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. കൂടാതെ രാജ്യത്തേക്ക് എത്തുന്ന ഇന്ധനം അത് കൃത്യമായി തന്നെ വിതരണം ഉറപ്പാക്കണമെന്നും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ രാജ്യത്ത് കഴിഞ്ഞ ദിവസം 3 കപ്പൽ കൂടി ഇന്ധന ടാങ്കറുകൾ കൂടി എത്തി എങ്കിൽ പോലും ആശങ്ക തുടരുന്നു എന്ന് തന്നെയാണ് അന്തർ മന്ത്രാലയ സമിതി വിലയിരുത്തുന്നത്. ഈ നിലവിലുള്ള പ്രതിസന്ധി അത് മറികടക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ അന്തർ മന്ത്രാലയ സമിതി തയ്യാറാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പാർലമെന്റ് 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമ്മേളിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഊർജ്ജ പ്രതിസന്ധി, പ്രത്യേകിച്ച് LPG ക്ഷാമം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നു മുതലാണ് ഈ രാജ്യത്ത് ഈ ഇൻഡിഗോ പ്രതിസന്ധിയെ തുടർന്ന് ഈ ആഭ്യന്തര വിമാനയാത്രാ നിരക്കുകൾക്ക് ഒരു പരിധി നിശ്ചയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. ആ പരിധി ഇന്നു മുതലാണ് കേന്ദ്ര സർക്കാർ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിമാന ടിക്കറ്റ് ചാർജുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഇക്കാര്യം ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. വിഷയം വിശദമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യമായ നടപടികൾ എടുക്കണം എന്നുമുള്ള ആവശ്യമാണ് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിലുള്ളത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, പശ്ചിമേഷ്യൻ സംഘർഷം പല രാജ്യങ്ങളിലും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചു തുടങ്ങി. അത് ഇന്ത്യയിലും എങ്ങനെ നേരിടുമെന്ന ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.